ശ്രീകൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 21 ശനിയാഴ്ച വിഷ്ണു ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ചൈത്രമാസത്തിലെ തൃതീയ തിഥി. അന്നാണ് ഭഗവാൻ മഹാവിഷ്ണു മത്സ്യാവതാരം സ്വീകരിച്ചത്. ഭഗവാൻ മത്സ്യരൂപത്തിൽ അവതരിച്ചത് അന്നാണ്, ചൈത്രമാസത്തിലെ തൃതീയ തിഥിയിൽ. അതുകൊണ്ട് തന്നെ 2026 മാർച്ച് 21 ശനിയാഴ്ച നമ്മൾ മത്സ്യ ജയന്തിയായി ആഘോഷിക്കുന്നു. അന്നത്തെ പൂജാ സമയമെന്ന് പറയുന്നത് ഉച്ച കഴിഞ്ഞ് 1:42 മുതൽ 4 മണി, വൈകുന്നേരം 4:07 വരെയാണ്. 2 മണിക്കൂർ 25 സമയം. ഈ സമയത്താണ് നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച്, കഥ പറഞ്ഞ്, വിളക്കു തെളിയിച്ച്, ഭഗവാന് പ്രസാദങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത്. ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന എല്ലാവരും അങ്ങനെ ചെയ്യുക. ജോലിക്കൊക്കെ പോയിരിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഈ സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട് അല്ലെങ്കിൽ വിളക്കു തെളിയിച്ച് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ ജോലി സ്ഥലത്ത് ഇരുന്നു കൊണ്ടാണെങ്കിലും ഈ സമയമാകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഭഗവാന്റെ ആ മത്സ്യരൂപം ഒന്ന് ആലോചിക്കുകയും ഭഗവാനെ ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇതാണ് ഈ ദിവസത്തെ പ്രത്യേകത. മത്സ്യാവതാരം എല്ലാവർക്കും അറിയാം, എങ്കിലും കഥ ഞാൻ ഒന്നുകൂടി പറഞ്ഞ് നിങ്ങളെ ഓർമ്മിപ്പിക്കാം. അവസാനം വരെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഇരുന്ന് എല്ലാവരും കേൾക്കണം. പണ്ട് സത്യവ്രതൻ എന്ന വിഷ്ണുഭക്തനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഘൃതമാലിനി എന്ന പുണ്യനദിയിൽ സ്നാനം ചെയ്ത് തർപ്പണം നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് നദിയിൽ നിന്നും കോരിയെടുത്ത വെള്ളത്തിൻ്റെ കൂടെ, അതായത് അദ്ദേഹം ജലതർപ്പണം ചെയ്യാനായി നദിയിൽ നിന്നും ജലം കോരിയെടുക്കുന്ന സമയത്ത് ആ വെള്ളത്തിൻ്റെ കൂടെ ഒരു കുഞ്ഞു മീൻ കൂടി വന്നു ചേർന്നു. വളരെയധികം ഐശ്വര്യവും സൗന്ദര്യവും കൗതുകവും തോന്നിപ്പിച്ചിരുന്ന മീനായിരുന്നു അത്. അതുകൊണ്ട് തന്നെ രാജാവിന് ആ മീനിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ആ മീനിനെ കൊല്ലാതെ തന്നെ നദിയിലേക്ക് അദ്ദേഹം തിരിച്ച് അയക്കാനായിട്ട് ശ്രമിച്ചു. ഉടൻ തന്നെ ഈ മീൻ സംസാരിക്കാൻ തുടങ്ങി. അല്ലയോ രാജാവേ, അങ്ങ് രാജാവല്ലേ, എന്നെ രക്ഷിക്കണം, നദിയിലേക്ക് എന്നെ തിരിച്ചു വിടരുത്, നദിയിൽ വലിയ മീനുകളുണ്ട്, ആ മീനുകൾ എന്നെ തിന്നുമെന്ന് പറയുന്നു. അത് കേട്ടതും സത്യവ്രതൻ താൻ കൂടെ കൊണ്ടുവന്നിരുന്ന കമണ്ടലുവിലേക്ക് കുറച്ച് ജലം എടുക്കുകയും ഈ മീനിനെ അതിനകത്തേക്ക് നിക്ഷേപിക്കുകയും ചെയ്തു. വൈവസ്വത മനുവായ സത്യവ്രതനായിരുന്നു ആ രാജാവ്. സൂര്യവംശത്തിൻ്റെ ആദി പിതാവാണ് അദ്ദേഹം. അങ്ങനെ പൂജയെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് രാജാവ് കൊട്ടാരത്തിലേക്ക് പോയി. കൊട്ടാരത്തിൽ ചെന്ന് കമണ്ടലു അവിടെ വെച്ചതിനു ശേഷം അദ്ദേഹം തൻ്റെ വസ്ത്രം മാറാനായിട്ട് അന്തഃപുരത്തിലേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച, ഈ കമണ്ടലുവിൽ കിടന്ന് ഈ മീൻ വളരെയധികം വളർന്നിരിക്കുന്നു. മീൻ പറഞ്ഞു, എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞു. ഉടൻ തന്നെ കൊട്ടാരമുറ്റത്തുള്ള ഒരു കിണറ്റിലേക്ക് ഈ മീനിനെ ഈ രാജാവ് നിക്ഷേപിക്കുന്നു. അതിവേഗത്തിൽ അവിടെയും കിടന്ന് വളർന്ന് അല്പ ദിവസം കൊണ്ട് ആ കിണറ്റിലും അത് കൊള്ളാത്ത രീതിയിൽ വളരുകയാണ്. അസാധാരണമായ വൈശിഷ്ട്യമുള്ള ഒരു മത്സ്യമാണ് ഇതെന്ന് സത്യവ്രതന് മനസ്സിലാവുകയും ആ കിണറ്റിൽ നിന്ന് ആ മീനിനെ എടുത്ത് ഒരു വലിയ പൊയ്കയിൽ കൊണ്ടുചെന്ന് നിക്ഷേപിക്കുകയും ചെയ്തു. അധികം താമസിയാതെ അവിടെ കിടന്നും അത് വളർന്നു. അങ്ങനെ പൊയ്കയിലും അതിന് സ്ഥലം പോരാതെയായി. ഉടൻ തന്നെ സത്യവ്രതൻ അതിനെ ആ പൊയ്കയിൽ നിന്നും എടുത്തിട്ട് അടുത്തുള്ള വലിയ പുഴയിൽ കൊണ്ടുചെന്ന് നിക്ഷേപിക്കുന്നു. അവിടെ കിടന്നും ആ മീൻ വളരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ആ നദിയിലും അത് കൊള്ളാതെയായി. ഇനി എന്താണ് വേണ്ടത് എന്ന് സത്യവ്രതൻ ആലോചിക്കുന്നു. ലക്ഷണമൊത്ത ഒരു മത്സ്യമാണിത്, അത് എവിടെയെങ്കിലും കിടന്ന് സുഖമായി വളരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം അതിനെ ആ പൊയ്കയിൽ നിന്ന് എടുത്തിട്ട് കടലിൽ കൊണ്ടുചെന്ന് നിക്ഷേപിക്കുന്നു. 6-ാം മന്വന്തരത്തിൻ്റെ അവസാന കാലഘട്ടമായിരുന്നു. ആ സമയത്താണ് ബ്രഹ്മദേവൻ്റെ മുഖങ്ങളിൽ നിന്ന്
ഉത്ഭവിച്ച അവതരിച്ച വേദങ്ങൾ ഹയഗ്രീവൻ എന്ന അസുരൻ അപഹരിക്കുന്നത്. അങ്ങനെ വേദങ്ങളും കൊണ്ട് ഈ ഹയഗ്രീവൻ കടലിൻ്റെ അടിയിലേക്ക് ചാടി അവിടെ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ വേദങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന വിവരം ബ്രഹ്മദേവൻ മഹാവിഷ്ണുവിൻ്റെ അടുക്കൽ ചെന്ന് സങ്കടത്തോടു കൂടി പറയുന്നു. നിവർത്തി ഉണ്ടാക്കാമെന്ന് മഹാവിഷ്ണു അരുളി ചെയ്തു. അതിനുശേഷം സമാധാനിപ്പിച്ച് ബ്രഹ്മദേവനെ തിരിച്ച് ബ്രഹ്മലോകത്തിലേക്ക് മഹാവിഷ്ണു അയക്കുകയും ചെയ്തു. സത്യവ്രതൻ ഈ മത്സ്യത്തെ എടുത്ത് കടലിലേക്ക് ഇട്ടപ്പോൾ ആ സമയത്ത് ഈ മത്സ്യം രാജാവിനോട് ചോദിക്കുകയാണ്, അങ്ങ് എന്നെ വളരെയധികം സ്നേഹത്തോടു കൂടി ഇത്രയും നാളും വളർത്തി ഒടുവിൽ ഭയങ്കരമായ ജലജന്തുക്കൾ നിറഞ്ഞ ഈ കടലിലേക്ക് ഉപേക്ഷിക്കുകയാണോ? എനിക്കിനി ആരാണ് ആശ്രയം? അങ്ങ് എന്നെയും കാത്തുകൊണ്ട് ഈ സമുദ്ര തീരത്തു തന്നെ നിൽക്കുമോ? ഇല്ലെങ്കിൽ എൻ്റെ ജീവന് അപകടമാണ് എന്ന് ഈ മത്സ്യം സത്യവ്രതൻ എന്ന രാജാവിനോട് ചോദിക്കുന്നു. ദൈവമേ, ഈ മത്സ്യത്തിന് യാതൊരാപത്തും സംഭവിക്കാതിരിക്കുവാൻ നീ കനിഞ്ഞനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ രാജാവ് ആ സമുദ്രത്തിൻ്റെ തീരത്ത് നിൽക്കുന്ന ആ സമയത്ത് എന്തോ ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ആ സമുദ്രത്തിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കുന്നു. അത്ഭുതമാണ് അവിടെ സംഭവിച്ചത്. ആ മത്സ്യത്തിൽ സർവ്വവിഷ്ണു ചിഹ്നങ്ങളും പ്രകാശിക്കുന്നതായും അപ്രമേയമായ ഒരു പ്രഭ അതിനു ചുറ്റും വിരാജിക്കുന്നതായും അദ്ദേഹം കാണുന്നു. സാക്ഷാൽ വൈകുണ്ഠമൂർത്തി മത്സ്യാവതാരം അവലംബിച്ചിരിക്കുന്നു എന്നുള്ള ബോധത്തോടുകൂടി സത്യവ്രതൻ കൈകൂപ്പി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ മഹാവിഷ്ണു, അങ്ങ് ഒരു കൊച്ചു മത്സ്യമായി അടിയൻ്റെ കൈക്കുമ്പിളിൽ പതിക്കാനിടയായത് അടിയൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ലോകം മുഴുവനും നിറഞ്ഞിരിക്കുന്ന അവിടുന്ന് എന്തിന് ഇത്ര ചെറുതായ ഒരു മത്സ്യമായി അവതരിച്ചു? അവിടുന്ന് സാക്ഷാൽ ശ്രീഹരി തന്നെയാണ്, മഹാവിഷ്ണുവാണ്, കാലസ്വരൂപനാണ്, സച്ചിദാനന്ദമൂർത്തിയാണ്, ചിന്മയനാണ്. അടിയനെ അനുഗ്രഹിക്കണമെന്ന് സത്യവ്രതൻ കൈകൂപ്പി തൊഴുതുകൊണ്ട് മത്സ്യമൂർത്തിയോട് പറയുന്നു. സത്യവ്രതൻ്റെ ഈ പ്രാർത്ഥന കേട്ട് ശംഖുചക്ര ഗദാ പത്മങ്ങൾ അണിഞ്ഞ് രത്നകിരീടത്തോടും ശ്രീവത്സാങ്കിത വക്ഷസോടും കൂടിയ വിഷ്ണുരൂപം ആ മത്സ്യത്തിൽ പൂർണ്ണമായി വിളങ്ങി സത്യവ്രതന് ദർശനം നൽകുന്നു. എന്നിട്ട് ഭഗവാൻ അരുളി ചെയ്തു, ഭക്തോത്തമ, പ്രപഞ്ചത്തിൽ സൃഷ്ടിയുടെ ക്രമോന്നതമായ വളർച്ചയെ കാണിക്കുവാൻ വേണ്ടി ഞാൻ സ്വീകരിച്ച ഒരു ചെറിയ രൂപമാണ് ഈ മത്സ്യരൂപം. സൃഷ്ടി ക്രമാതീതമായി പുരോഗമിക്കുന്നു എന്ന് കാണിക്കുവാൻ, പിന്നെ ജലത്തിൽ തന്നെ ബലമേറിയ അസ്ഥികളോടു കൂടിയ ആമയായും കരയിൽ അധോമുഖനായ മൃഗമായും അതായത് വരാഹമായും പിന്നെ മൃഗത്തിനും മനുഷ്യനും ഇടയ്ക്കുള്ള നരസിംഹമായും അനന്തരം മനുഷ്യനിൽ തന്നെ കുറിയ മനുഷ്യനായും അതായത് വാമനനായും പിന്നെ പൂർണ്ണ മനുഷ്യനായിട്ടും അങ്ങനെ സൃഷ്ടിയുടെ പുരോഗതി കാണിക്കുവാൻ ഞാൻ ഏറ്റവും ചെറിയ ഒരു മത്സ്യമായി അവതരിച്ചു എന്നു മാത്രം. എൻ്റെ ഈ അവതാരത്തിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. ബ്രഹ്മദേവന്റെ മുഖത്തു നിന്നും വേദങ്ങളും അപഹരിച്ചുകൊണ്ട് ഹയഗ്രീവൻ എന്ന ഘോരനായ ഒരു അസുരൻ ഈ സമുദ്രത്തിൻ്റെ അന്തർഭാഗത്ത് എവിടെയോ ഒളിച്ച് കിടപ്പുണ്ട്. വേദം എൻ്റെ ശബ്ദമാണ്, പ്രപഞ്ചത്തിന് പ്രകാശം നൽകുന്ന ദിവ്യദീപമാണ്. വേദങ്ങളെ വീണ്ടെടുക്കേണ്ടത് വേദസ്വരൂപനായ എൻ്റെ കടമയാണ്. അതിനാൽ വെള്ളത്തിൽ പതുങ്ങിക്കിടക്കുന്ന ആ ദുഷ്ടനെ വധിക്കുവാൻ ഒരു ജലജന്തുവായ മത്സ്യത്തിൻ്റെ രൂപം ഞാൻ സ്വീകരിച്ചു എന്നു മാത്രം. 7 ദിവസം കഴിയുമ്പോൾ ഒരു
പ്രളയമുണ്ടാകും. അത് പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്യും. ആ പ്രളയത്തിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കുവാനും ഈ മത്സ്യാകൃതി എനിക്ക് ആവശ്യമാണ്. ഇതു കേട്ടതും സത്യവ്രതൻ തൊഴുതുകൊണ്ട് ഉണർത്തിക്കുകയാണ്, അടിയന് ആ പ്രളയമൊന്ന് കാണുവാൻ ആഗ്രഹമുണ്ട്, അതിന് അടിയനെ അനുഗ്രഹിക്കണം. ഇതു കേട്ടതും ഭഗവാൻ അരുളി ചെയ്യുകയാണ്, അങ്ങേക്ക് ആഗ്രഹമുള്ള പക്ഷം ഇന്നത്തേക്ക് 7-ാം ദിവസം സംഭവിക്കുന്ന പ്രളയം അങ്ങ് നേരിൽ തന്നെ കണ്ടുകൊള്ളുക. പ്രളയ സമുദ്രത്തിൽ അങ്ങ് നീന്തി വലയുമ്പോൾ അങ്ങയുടെ മുമ്പിൽ ഒരു തോണി പ്രത്യക്ഷപ്പെടും. അതിൽ സപ്തർഷികൾ ഉണ്ടായിരിക്കും. അങ്ങ് ആ തോണിയിൽ കയറിക്കൊള്ളുക. പ്രളയസാഗരം മുഴുവനും കണ്ട് ആനന്ദിച്ചു കൊള്ളുക. അങ്ങേക്ക് വേണ്ട എല്ലാ ദിവ്യമായ ഉപദേശങ്ങളും അപ്പോൾ ഞാൻ നൽകുന്നതാണ്. ഇപ്രകാരം അരുളി ചെയ്ത് ഇന്ദിരാവല്ലഭൻ ഒരു മകര മത്സ്യത്തിൻ്റെ ആകൃതിയിൽ സമുദ്രത്തിൻ്റെ അന്തർഭാഗത്തേക്ക് താഴ്ന്നു പോകുന്നു. ഭഗവാൻ കൽപ്പിച്ച പ്രകാരം 7-ാം ദിവസം രൂക്ഷമായ ഒരു പ്രളയം ഉണ്ടാവുകയും അങ്ങനെ ഈ ലോകം മുഴുവനും വെള്ളത്തിൻ്റെ അടിയിലായി പോവുകയും ചെയ്തു. അപ്പോൾ സപ്തർഷികളോടുകൂടി സത്യവ്രതൻ സമുദ്രത്തിലേക്ക് പതിക്കുന്നു. നീന്തി വലഞ്ഞ് തിരമാലകളുടെ ഇടയിൽ കിടന്ന് ഒഴുകുന്ന സമയത്ത് ഗോളാകൃതിയിലുള്ള ഒരു വലിയ തോണി അടുത്തു വരുന്നത് കണ്ട് യാതൊരു സംശയവും കൂടാതെ അദ്ദേഹം അതിൽ ചാടി കയറുന്നു. തിരമാലകളുടെ ഇടയിൽ കിടന്ന് ആ തോണി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാൻ തുടങ്ങിയപ്പോൾ 1,00,000 യോജന നീളമുള്ള അതിതേജസ്വിയായ മഹാമകര മത്സ്യത്തിൻ്റെ ആകൃതിയിൽ ഭഗവാൻ വെള്ളത്തിൻ്റെ അടിയിൽ കൂടി അവിടേക്ക് പാഞ്ഞ് അടുത്തു വരികയും ആ നൗകയെ ഉന്നതങ്ങളായ തൻ്റെ കൊമ്പുകളുടെ ഇടയിൽ ചേർത്ത് ഇളകാതെ നിർത്തുകയും ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹം ആ തോണിയും വലിച്ചുകൊണ്ട് വിസ്താരമേറിയ സമുദ്രത്തിൽ കൂടി സഞ്ചരിക്കുകയും ബ്രഹ്മാണ്ഡ മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ആ സമയം സത്യവ്രതനു വേണ്ട എല്ലാ ഉപദേശങ്ങളും ഭഗവാൻ നൽകിക്കൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് കഠിനമായ മഴ അവസാനിക്കുന്നു. അതോടുകൂടി പ്രളയവും അവസാനിക്കുന്നു. ആ തോണി ധരണിയായിരുന്നു. അതിലുള്ള ഒരു ചെറിയ ഉറുമ്പിനു പോലും നാശം സംഭവിക്കാത്തവണ്ണം മത്സ്യാകൃതി ധരിച്ച വിശ്വംഭരൻ തൻ്റെ കൊമ്പുകളുടെ ഇടയിൽ ധരണിയെ താങ്ങി നിർത്തിക്കൊണ്ട് ധരണിയെ പരിരക്ഷിച്ച് ഭൂമിയെ രക്ഷിച്ച് പ്രളയത്തിൻ്റെ അവസാനത്തിൽ യഥാസ്ഥാനത്തു തന്നെ ഉറപ്പിച്ചു വെച്ചു. അതിനുശേഷം അനന്തശായി കടലിൻ്റെ അടിയിലേക്ക് മുങ്ങിപ്പോവുകയും ഹയഗ്രീവനെ കണ്ടുപിടിച്ച് തൻ്റെ കൂർത്ത കൊമ്പുകളാൽ അവനെ കീറിക്കൊന്ന് വേദങ്ങൾ വീണ്ടെടുത്ത് ബ്രഹ്മദേവന് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം സത്യവ്രതന് വൈവസ്വത മനു എന്നുള്ള സ്ഥാനം നൽകുകയും അങ്ങനെ അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. അവതാരത്തിൻ്റെ ഉദ്ദേശം നിർവഹിച്ചതിനു ശേഷം സാക്ഷാൽ മത്സ്യമൂർത്തി വൈകുണ്ഠത്തിൽ എത്തിച്ചേരുകയും തൻ്റെ കാരണമായ ആദിനാരായണനിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഇതാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന മത്സ്യ അവതാരം. ചൈത്രമാസത്തിലെ തൃതീയ തിഥിയിലാണ് ഭഗവാൻ മത്സ്യമായി അവതരിച്ചത് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ 2026 മാർച്ച് മാസം 21-ാം തീയതി ശനിയാഴ്ച നമ്മൾ മത്സ്യജയന്തിയായി ആഘോഷിക്കുന്നത്. അന്നേ ദിവസം എല്ലാവരും ഓം മത്സ്യമൂർത്തയെ നമ എന്ന് പ്രാർത്ഥിക്കുകയും കഴിയുമെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വ്രതശുദ്ധിയിലിരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഭഗവാന് അഭിഷേകങ്ങൾ ചെയ്യുക, ഭഗവാന് വഴിപാടുകൾ സമർപ്പിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് അന്നേ ദിവസം ഭഗവാനെ മത്സ്യരൂപത്തിൽ പ്രാർത്ഥിക്കുക. ഓം മത്സ്യമൂർത്തയെ നമ എന്ന് 1008 തവണ 108 തവണയൊക്കെ ജപിക്കുക. എല്ലാവർക്കും മത്സ്യാവതാരം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.